അപ്പോൾ നമ്മൾ ഇന്ന് അരുണാചൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ നമുക്ക് ILPയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ടെസ്പൂർ തന്നെ DCR ഓഫീസിലാണെന്ന് ഇവിടുത്തെ സാറുമാർ നമുക്കിന്ന് ഇവിടെ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ നിൽക്കണത് കേട്ടോ. അപ്പോൾ ഇവരെല്ലാ ഫുഡും നമുക്കിന്ന് സെറ്റ് ചെയ്യുന്നത് ഇവർ സ്പോൺസർ ചെയ്യില്ല. നമ്മൾ എന്താ സംഭവം എങ്ങനെയാണ്? നമ്മളിവിടെ സംഭവം ILP എങ്ങനെ കാര്യങ്ങൾ അറിയാതെ ഇങ്ങോട്ട് വന്നതേനു. നമുക്ക് ഇന്ന് കിട്ടിയില്ല, എന്തായാലും സെറ്റ് ആയില്ല. അപ്പോൾ നമ്മൾ നാളേക്ക് ഇതായി നിന്ന സമയത്താണ് പെട്ടെന്ന് വരെ കണ്ടു. ഇവർ കണ്ടപ്പോൾ നമ്മൾ എന്താ എവിടുന്നൊക്കെ ചോദിച്ചു. മലയാളികളുണ്ടായിരുന്നു. സാറിന് നമുക്ക് നാളെ മീറ്റ് ചെയ്യണം എന്തായാലും സാറിനെ. അപ്പോൾ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ടെൻ്റ് അടിച്ചിട്ടാണ് സ്റ്റേ ചെയ്യല്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെ വക സ്പോൺസർ ചെയ്തു, ഫുഡിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്തു. നമുക്ക് എന്തായാലും വാടകയ്ക്ക് എടുത്തന്നു. പെരുന്നാൾ എന്തായാലും ഞങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റിയില്ല. ഇതിമേ ഞങ്ങൾ വിളിച്ചു, പെരുന്നാൾ ഞങ്ങൾ സെറ്റപ്പ്. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മൂപ്പര് നമ്മൾ ചോദിക്കൊണ്ടില്ല, നേരെ വണ്ടി സാധനം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇതാ കൂൾ ഡ്രിങ്ക്സ് വേണം ഒന്നും എന്നെ വേണമെന്ന് പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലെ ടൈപ്പ് നമ്മളെ മലപ്പുറം ബിരിയാണി അല്ല ഉണ്ടാക്കണേ, ഉണ്ടാക്കി അത് കഴിച്ചറിയാം. അതുണ്ട്. അല്ല ഞങ്ങൾ കഴിച്ചപ്പോ ഞങ്ങക്ക് ഉണ്ടാക്കിയവന്റെ അല്ല ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കിയ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇന്നത്തെ ഫുള്ള് ഉണ്ടാക്കിയ നമ്മൾ മുത്താനാണ്, കുഞ്ഞുട്ടിയല്ല, മുത്താനാണ് ഇന്നത്തെ ഫുഡ് ഫുള്ള് ഉണ്ടാക്കിയാണ് കേട്ടാ. അപ്പൊ അസിസ്റ്റന്റ് ഇതേ നിൽക്കണം. കുറെ ഹെൽപ്പർമാരുണ്ട്, എല്ലാരും ഉണ്ട്, എല്ലാരും ഹെൽപ്പ് ചെയ്തോണം. ടെന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ടെന്റ് കണ്ടിട്ടില്ല, ടെന്റ് ബിരിയാണി ടെന്റിന്റെ കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും അപ്പൊ നമ്മൾ ദമ്മൊക്കെ ഇട്ട് സാധനം പൊട്ടിച്ചിട്ടുണ്ട്, മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന സാറുമാരെല്ലാം നമുക്ക് രാവിലെ എന്തായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. രാവിലെ ആവുമ്പോഴേ എല്ലാവരും എത്തി കിട്ടുള്ളൂ. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് കിടന്നുറങ്ങാം. അപ്പൊ നമ്മൾ ഇന്നലെ വൈകിട്ടത്തേക്ക് ടെസ്പൂർ എത്തിയായിരുന്നു. നമുക്ക് ഇന്നലെ ILPയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ലേറ്റ് ആയി ഇന്നലെ വന്നപ്പോൾ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ നേരത്തെ തന്നെ കാട്ടാളൻമറ്റ DRC ഓഫീസിൽ വന്നു, അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ കൊടുത്തായിരുന്നു. അപ്പം ഇന്ന് ILP കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ നമ്മുടെ ഓഫീസിൽ 2 സാറുമാർ, ഒരു മലയാളി സാറും ഉണ്ട്, അതുപോലെ മെയിൻ സാറും ഉണ്ട്. അത് സാറ് ആസാംകാരൻ തന്നെയാണ്, ഗുവാഹട്ടിയിലാണ് പുള്ളിയുടെ വീടും കാര്യങ്ങളൊക്കെ. സാറിനെ നമുക്ക് മീറ്റ് ചെയ്യാം, കൊണ്ടുപോയി മീറ്റ് ചെയ്യാം. പിന്നെ അവർ ഇന്നലെ ഞങ്ങൾക്ക് അപ്പം പറഞ്ഞു നിങ്ങൾ ഇന്നലെ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പെട്രോൾ പമ്പ് അടുത്ത വഴിയിലും പോയി കിടക്കാമെന്നുള്ളത് പ്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്നലെ നമ്മളൊരു ക്വാർട്ടേഴ്സിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങൾ ക്വാർട്ടേഴ്സ് ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവർ പിന്നെ രാത്രിയിൽ ഞങ്ങൾ എന്നാ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കഞ്ഞിയൊന്നും ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ ചിക്കനും പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം ഫുള്ള് അവർ തന്നെയാണ് രാത്രി സെറ്റ് ചെയ്തത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപ എന്തെല്ലാം മുടക്കിയിട്ടുണ്ടാകും ചിലപ്പോൾ. കാരണം പറഞ്ഞാൽ ചിക്കൻ മേടിച്ചു, പാത്രം രണ്ടിനും എടുത്തിട്ട് വന്നു, ബിരിയാണി അരി മേടിച്ചു, എന്നിട്ട് വൈകിട്ട് ബിരിയാണിയൊക്കെ മേടിച്ച് സെറ്റ് ആയിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. രാത്രി ഇവിടെ ചെറിയൊരു തുള്ളലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പം പാട്ട് അതെടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും പാട്ടിൻ്റെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി സാറിനിട്ട് സ്പോൺസർ ചെയ്തോ അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ അതിൻ്റെ പോയിട്ട് ആ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ആ ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു കാര്യം റെഡിയാവും. അപ്പോൾ എന്തായാലും ആ ILP റെഡി ആയതിനു ശേഷം ILPയുടെ ആ ഒരു എങ്ങനെ എടുക്കേണ്ടതെന്നുള്ള സംഭവങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങൾ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സാറുമാരെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു. 2 പേരുണ്ട്. അപ്പോൾ അവർ 2 പേരും നമുക്ക് പരിചയപ്പെടാം. നമുക്കിവിടെ ഒന്ന് എല്ലാം ഫുള്ള് സെറ്റ് ചെയ്യാവുന്നതും ഇന്നലത്തെ വൈകിട്ടത്തെ ബിരിയാണി എല്ലാം സ്പോൺസർ ചെയ്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ ഈ 2 സാറുമാരാണ്. അവരാദ്യം തന്നെ പരിചയപ്പെടാം. സാർ आपका नाम बोलिए. मेरा नाम मेगाजित डे. कहाँ से है? असम. अभी तो कितना साल हो गया आने? अभी तेजपुर में 4.5 years. 4.5 years. Oh, before this you were in? मैं अरुणाचल प्रदेश में था, जो गवर्नमेंट जो बोमडिला. बोमडिला. ओह या ओके. तमाम पूरा घूम लिया? हाँ, तमाम बोमडिला सब पूरा घुरा हुआ है. സാറ് റൈഡറും കൂടിയാണ്. ഇപ്പോൾ ചെറിയ ബാക്ക് പെയിൻ കാരണം റൈഡ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കാട്ടാറിനെ പോലെ തന്നെ ബാക്ക് മുകളിലൊരു टेंट सेट प्लान ചെയ്യുന്നുണ്ട്. आप एक राइड प्लान करते हैं ना, वो जैसे उसका गाड़ी जैसा एक ऊपर में टेंट डाल के. या ओके. आपका फैमिली पूरा? मेरा फैमिली पूरा गुवाहाटी में. ओके. थैंक यू सर. थैंक्स फॉर इनवाइटिंग. പിന്നെ അതേ അടുത്ത് ഇരിക്കുന്ന ആള് ശരിക്കും മലയാളിയാണ്. സാറിന്റെ പേര് പറ. എൻ്റെ പേര് CG പ്രസാദ്. പ്രസാദ് അല്ലേ? നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിലെ കോഴഞ്ചേരി ചെറുതോല. ഞാൻ 87 തൊട്ട് അരുണാചലിലായിരുന്നു. ഇപ്പോൾ ഇവിടെ 10 വർഷത്തോളമായി ആസാമിൽ. ഫാമിലിയൊക്കെ ഇവിടെ? ഫാമിലി എല്ലാം നാട്ടിലാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അരുണാചലിലുണ്ടായിരുന്നു. പിന്നെ മക്കളുടെ സ്റ്റഡി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെല്ലാം നാട്ടിൽ ഷിഫ്റ്റ് ചെയ്യും. പിള്ളേർക്ക് എന്താ ചെയ്യുന്നത്? മോന് B.Tech കഴിഞ്ഞു, മോള് B.Com എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും
അപ്പോൾ ഇവർ രണ്ടുപേരാണ്. ഇത് കൂടാണ്ട് വേറെ ഒത്തിരി പേരൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് കണ്ടു കിട്ടിയാൽ ഞാൻ പരിചയപ്പെടാം. നമ്മൾക്കിത് ILPയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ് ഇത്? ഇതിപ്പോൾ തവാങ്ങിലേക്ക് പോകണം, നമുക്ക് തവാങ്ങിലേക്ക് പോകണം, പിന്നെ അത് സീറോയിലേക്ക് പോകണം. 2 ILP ഉണ്ട് നമുക്ക്. 2 പാസ് ഓരോന്നിനും ഓരോന്നുള്ളതല്ലേ? അപ്പോൾ ഇത് നമുക്ക് 17-ാം തീയതി കഴിഞ്ഞിട്ടാണ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും തവാങ് കയറി വരുമ്പോഴത്തേനും ഒരു 6-7 ദിവസം എന്തായാലും എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പാസ് എടുക്കാൻ നേരത്ത് നമ്മൾ എപ്പോഴും തെസ്ബൂർ ഇവിടെ DRC ഓഫീസ് തന്നെ വരിക അല്ലേ? നമ്മളിപ്പോൾ മറ്റേ ബലക്പൂർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതൽ, ഒരാൾക്ക് നല്ല റേറ്റ് ആവും. അത് 500 രൂപയോളം വരും. ഇവിടെ നമുക്ക് വെറും 15 രൂപ, ഒരു ഫോമിന്റെ ആ ഒരു പൈസ 15 രൂപ മാത്രമേ ഇവിടെ ചെലവ് വന്നിട്ടുള്ളൂ അല്ലേ? പിന്നെ അവിടുത്തെ ഓഫീസേഴ്സൊക്കെ അവിടുത്തെ ഈ ബ്രോക്കർമാരാണ് ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്നത്. ഇടയ്ക്ക് നിന്നിട്ടുള്ള കുറേ പൈസ മേടിക്കുന്നുണ്ട്. കാരണം ഒരു 15 രൂപയുടെ കേസിനാണ് ഇവർ ഈ കിടന്ന് 400 രൂപ 500 രൂപ മേടിക്കുന്നത്. ആൾക്കാരനുസരിച്ചാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 9 പേരില്ലേ, 9 പേര് എത്ര രൂപ ലാഭിച്ചു? പിന്നെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ KL വണ്ടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ടും റേറ്റ് കൂട്ടുമെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, നമുക്ക് ഇവിടുത്തെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു പാസ് എടുക്കാനുള്ള സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞു എന്നൊക്കെ വേണം? ഇതിന് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ 2 ഡോസ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ ആധാറിൻ്റെ ആണെങ്കിൽ 2 സൈഡിലുള്ള ID പ്രൂഫ് ഒരെണ്ണം വേണം. പിന്നെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫോട്ടോ വേണം. പിന്നെ എന്നായിരുന്നു ഇതൊക്കെ മതി നമുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ. പിന്നെ ആ ഒരു ഫോമിന്റെ ഒരു 15 രൂപ കൂടെ അടച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അത് ഇത് എവിടെ കാണുന്നതാണ് ഓഫീസ് അല്ലേ? ആ ഒരു കാണുന്നതാണ് ഡെപ്യൂട്ടി റെസിഡന്റ് കമ്മീഷണർ ഓഫീസ്. അവിടെ നിന്നാണ് നമ്മൾ പാസ് എടുക്കണേ. DC ഓഫീസ് അല്ല, DRC ഓഫീസ്. DC ഓഫീസ് ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കമ്മീഷണർ അവിടെ കയറിയിട്ട് ഞങ്ങൾ വന്നതാണ്. കാരണം ഞങ്ങൾക്ക് റൂട്ട് മാറിപ്പോയി. ഞങ്ങൾ മറ്റേ മാപ്പിട്ട് നേരെ കയറി ചെന്ന് അവിടെ ചെന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് DRC ഓഫീസ് എന്ന് പറയുന്നത്. അപ്പം DC അല്ല, DRC ഓഫീസിൽ. അപ്പോൾ ഇതാണ് പാസ് കാര്യങ്ങളൊക്കെ കണ്ടോ. ഇത് പിന്നെ വേറെ ഒന്നുകൂടി ഇത് 0 2 പാസ്. അപ്പം നമ്മളിത് ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പയ്യെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി അരുണാചൽ റൂട്ട് പിടിക്കാൻ പോകാം. അപ്പോൾ നമുക്ക് ഇനി ബലക്പോങ് എത്തിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഈ പറയുന്ന ഈ ഒരു പാസുകളെല്ലാം ചെക്ക് പോസ്റ്റിലും കാര്യങ്ങളും കാണിച്ച് അവർ തിരിച്ച് സാധനം തരും. അപ്പോൾ നമുക്ക് അവിടെ ആ ചെക്ക് പോസ്റ്റിലാണ് ആദ്യമേ കാണിക്കേണ്ടത്. ഇവിടുന്ന് ഒരു 62 കിലോമീറ്റർ 50 കിലോമീറ്ററിൻ്റെ ഒക്കെ ഇടയ്ക്കേ ഉള്ളൂ നമുക്ക് അവിടെ ചെല്ലാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു അരുണാചൽ റൂട്ട് പിടിക്കാൻ പറ്റും. ഏതായാലും വൈകിട്ടൊരു പമ്പിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അരുണാചൽ കയറാൻ പറ്റില്ലായിരിക്കും, കാരണം നല്ല മഴയുണ്ട്. പിന്നെ അങ്ങോട്ട് പോകണ വഴിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ബലക്പോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാണ് ഭയങ്കര കാടാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ടെൻറ്റും കാര്യങ്ങളൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും പമ്പ് നോക്കിയതിന് മുമ്പ് എവിടെയും പമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പമ്പിൽ നിന്ന് എന്തായാലും സ്റ്റേ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രിയോടെ നമ്മൾ തെങ്ങാവാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു, അരുണാചൽ കയറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി ഇങ്ങനെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പമ്പൊന്നും കിട്ടിയില്ല. അപ്പം ഈ പമ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാൻ ആളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിലെ ആ ഒരു മാലിക്കിനോട് ചോദിച്ചു ഇതിനകത്ത് കിടന്നോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ മുകളിൽ കിടന്നൊരു കുഴപ്പമില്ല, ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്തോളാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിത് ഇതിൻ്റെ അകത്തായിട്ട് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്തേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ഇന്നലെ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്ത്. രാത്രിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ലേറ്റ് ആയി പോയതാണ്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങളത് ഇവിടെ ചോറും സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുട്ടി സ്പെഷ്യൽ കപ്പയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല കുഞ്ഞുട്ടി അപ്പോൾ കുഞ്ഞുട്ടി പണി തിരക്കാട്ടോ. അതുകൊണ്ട് പിന്നെ കുഞ്ഞുട്ടി ശല്യം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് നേരെ പോകണ തവാങ്ങാണ്. തവാങ് റൂട്ടാണ് പോകാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ടാണ് പോകുള്ളൂ.